ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജാഥയാണ്. ദീർഘവർഷങ്ങളായിട്ട് ഇതുപോലുള്ള ജാഥകൾ നടത്തിയിട്ടാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ സമരം നടത്തിയിട്ടാണ് കേരളത്തിൽ ഒരുപാട് സംരംഭങ്ങൾ അടച്ചുപൂട്ടിപ്പോയിട്ടുള്ളത്, ഒരുപാട് വ്യവസായങ്ങൾ അടച്ചുപൂട്ടിപ്പോയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹർത്താലും ബന്ധും സമരം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുടെ ഒരു ജാഥയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ജാഥകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരുന്നത്, ഇതുപോലുള്ള ഹർത്താലും ബന്ധമൊക്കെ നമുക്ക് നടത്തേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന് കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെൻറ്റാണ് നമുക്ക് പലപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ കീഴിലുള്ള പല ട്രേഡ് യൂണിയനുകൾക്കും പല ആവശ്യങ്ങൾക്കായിട്ട് സമരം നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി കയറി വന്നിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം കേരളം ഭരിക്കുന്നു എന്ന കാരണത്താൽ കേരളം വളരെ സന്തോഷമായി പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ അപ്പോഴും പ്രശ്നങ്ങളുണ്ട്. കാരണം യൂണിയനുകൾക്ക് എപ്പോഴാണോ പ്രശ്നം വരുന്നത്, ലേബർ യൂണിയനുകൾക്ക് എപ്പോഴാണോ പ്രശ്നം വരുന്നത്, അവരുടനെ ഇതുപോലുള്ള ജാഥകളൊക്കെ നടത്തും. ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജാഥ നടത്തുന്നത് കേരളത്തിലാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും പരിഹാരമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലുള്ള ജാഥകൾ. കാരണം കേരളത്തിൽ എന്തൊരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സമരം നടത്തണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പ്രൊസഷനിലൂടെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഹർത്താൽ നടത്തണം, അല്ലെങ്കിൽ ബന്ദ് നടത്തണം. അധികാരികളുടെ കണ്ണ് തുറക്കാൻ ഇതുപോലുള്ള പ്രക്രിയകൾ അത്യന്താപേക്ഷിതമാണ്. അല്ലാണ്ട് ജമ്മം ചെയ്താൽ കണ്ണ് തുറക്കില്ല. കാര്യമൊക്കെ ശരിയാണ്, കേരളം സാക്ഷരതയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നതാണെങ്കിലും അത് കടലാസിന് മാത്രമേ ഉള്ളൂ. പ്രായോഗിക തലത്തിൽ ഇതുപോലുള്ള കുറേ പ്രതിഷേധ മുറകൾ നടത്തിയാൽ മാത്രമേ പല അവകാശങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്രകാരമാണ് കേരളത്തിൽ ഇന്നുവരെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് പല അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇതുപോലുള്ള ജാഥകളാണ്. അപ്പോൾ സമരം നടത്തി മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, അധികാരികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുപോലുള്ള ജാഥകൾക്ക് നല്ല വശമുണ്ട്, കെട്ട വശമുണ്ട്. ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ജാഥ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതുപോലുള്ള ജാഥകളെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ അക്രമാസക്തമാകുകയും ചെയ്യും. കാരണം അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ നടത്തുന്നത്. ജാഥ നടത്തുന്നതുകൊണ്ട് എപ്പോഴും അത് വിജയമാവണമെന്നില്ല. കേരളത്തിലെ അന്തരീക്ഷത്തിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമുക്കിതുപോലുള്ള ഓരോ ജാഥകൾ.